ഈ ജനങ്ങളുടെ പ്രതികരണം എന്നാണല്ലോ പൊതുവെ പറയാറ്. അതായത് പാർട്ടി തീരുമാനിച്ച് വധശിക്ഷ നടപ്പാക്കി അത് ആക്രമിച്ചാലും പറഞ്ഞു വരുമ്പോൾ ജനങ്ങൾ പ്രതിരോധിച്ചു എന്നാണ് ജനങ്ങൾ പറയാറുള്ളത്. പ്രതിരോധിച്ചു എന്നാണ് അതെ. പറയുക. അതങ്ങനെ തന്നെയാണ്. ജനങ്ങളെ കൂട്ടുപിടിച്ചിട്ടാണ് അവർ പറയുക. അപ്പോൾ ആ പറയുന്ന അവരുടെ ജനങ്ങൾ എന്ന് പറയുന്നത് പാർട്ടി ഏത് തരം മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനം നടത്തിയാലും അതിനെ അംഗീകരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അംഗീകരിക്കാൻ സൃഷ്ടിക്കപ്പെട്ട മനസ്സിനുടമകളായിട്ടുള്ള ആളുകൾ, അവരാണ് ഇവരുടെ നിർവചനത്തിൽ ജനങ്ങൾ. ബാക്കിയുള്ളവരൊന്നും ജനങ്ങളല്ല. അവരൊന്നും പുരോഗമനവാദികളല്ല. അവരൊന്നും ഈ പറയുന്ന സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നവരല്ല എന്ന തരത്തിലാണ് അവരുടെ വ്യാഖ്യാനം. അത് തന്നെയാണ് അവരുടെ ബലം. നോക്കൂ, അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോഴും അവർ ഒരു ശക്തിയായി തുടരാൻ എന്താണ് സാധ്യതയുള്ളത്? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ കഴിഞ്ഞത് ഈ നമ്മുടെ ഈ പൂക്കോട് കൊലപാതകത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ വെളിപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അധ്യാപകർ വിദ്യാർത്ഥികളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യാണ്. അതായത് ഈ കൊലപാതകത്തിൽ SFIയുടെ പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരുന്ന വിദ്യാർത്ഥികളെ, അല്ലെങ്കിൽ ആ തരത്തിൽ സംസാരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇൻറ്റേർണൽ മാർക്ക് വേണ്ടേ, നിങ്ങൾക്ക് കോളേജിൽ ഇനിയും പഠിക്കണ്ടേ എന്ന ചോദ്യം അധ്യാപകരാണ് ചോദിക്കുന്നത്. അപ്പോൾ അധ്യാപകരെ പോലും ഈ പറയുന്ന ജനാധിപത്യ വിരുദ്ധമായ അല്ലെങ്കിൽ കാടൻ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ഉദ്ബോധനങ്ങൾ പാർട്ടിയിലൂടെ, സംഘടനയിലൂടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് സ്വാധീനിക്കുന്നു വിദ്യാർത്ഥികളെ. അപ്പോൾ അതൊരു ഭാഗത്ത് നടക്കുന്നു. ഒപ്പം ഈ പറഞ്ഞ കവിയരങ്ങ് നടത്തുന്നു. കലാലയങ്ങളിൽ അവരാണ് ഈ പറയുന്ന മാഗസിൻ എഡിറ്റർമാർ, അവരാണ് കലാലയത്തിൽ ഈ തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വന്ന് എവിടെ വരെ എത്തി? ഇപ്പോൾ കണ്ടില്ലേ, കേരള സർവകലാശാലയുടെ കലോത്സവത്തിനിട്ട പേരെന്താണ്? ഇൻതിഫാദ. ഇൻതിഫാദ. എന്താണ് ഇൻതിഫാദ എന്ന് എല്ലാവർക്കും പൊതുസമൂഹത്തിൽ കൂടുതൽ അറിയില്ലെങ്കിലും ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കറിയാമല്ലോ. പരസ്യമായ യുദ്ധപ്രഖ്യാപനം നടത്തുക, അല്ലെങ്കിൽ യുദ്ധം നടത്തുക, മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തുക, ഇതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന പേരാണത്. അതാണ് കലോത്സവത്തിന് കൊടുത്തിരിക്കുന്നത്. മനോഹരമായി കലാപരമായി വരച്ചു വെച്ച് ഇൻതിഫാദ എന്ന പേരും കൊടുത്ത്, എന്താണ് അതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന മനസ്സ്? ഇപ്പോൾ ദേവീദേവന്മാരെ വികൃതമായി ചിത്രീകരിക്കും. ഇപ്പോൾ കേരളവർമ്മ കോളേജിൽ സരസ്വതിയെ വളരെ വികൃതമായി ചിത്രീകരിച്ചു. പോട്ടെ, സരസ്വതി എന്ന സങ്കല്പത്തെ നിഷേധിച്ചോട്ടെ, അല്ലെങ്കിൽ നിരസിച്ചോട്ടെ, അല്ലെങ്കിൽ അതിനെതിരെ പ്രചരണം നടത്തിക്കോട്ടെ. പക്ഷേ ആ സങ്കല്പത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, അവരുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന തരത്തിൽ, അവഹേളിക്കുന്ന തരത്തിലുള്ള ആവിഷ്കാരങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു? ആ ആവിഷ്കാരം നടത്തിയ ആളുകളെ തിരുത്തേണ്ടവരെ എങ്ങനെയാണ് പെരുമാറുന്നത്? നമുക്കറിയാലോ, കേരളത്തിലെ ഒരു വലിയ എഴുത്തുകാരിയൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന ഒരു അധ്യാപിക കേരളവർമ്മ കോളേജിൽ ഈ സരസ്വതിയുടെ ചിത്രത്തെ അവഹേളിച്ചുകൊണ്ട് വരച്ച ചിത്രത്തെ അംഗീകരിച്ചുകൊണ്ട്, ആ കുട്ടികളെ പ്രശംസിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുകയാണ് ഫേസ്ബുക്കിൽ. അപ്പോൾ ഇങ്ങനെ ഇതൊരു വല്ലാത്തൊരു മനോഭാവത്തിൻ്റെ സൃഷ്ടിയാണ് വൈരുത്തെ. ആ മനോഭാവമാണ് ഇവരെന്താണോ പറയുന്നത് അതിന് വിരുദ്ധമായ പ്രവർത്തനത്തിന് ഇവരെ പ്രേരിപ്പിക്കുന്നത്. ആ ഒരു മനോഭാവം കണ്ടതുകൊണ്ടാണ് മാഷിന മാറണ്ട. തീർച്ചയായിട്ടും ഇന്ന് ഇത്രയും വിശാലമായ അർത്ഥത്തിൽ അന്ന് എനിക്ക് ഇതിനെ വിശദീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഇതൊക്കെയാണ് എന്നെ സ്വാധീനിച്ചത്. ഇത്തരം ഇവരുടെ ഇന്നിവർ ഈ കാണിക്കുന്ന, അല്ല പണ്ട് തൊട്ടേ ഉണ്ട് ഈ ഏർപ്പാടുകളൊക്കെ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയാത്തൊരു മനസ്സ്. ബഹുഭൂരിപക്ഷം എനിക്കുറപ്പുണ്ട് കേരളത്തിൽ ഇന്ന് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന പലരിലും ഈ ചിന്തയുണ്ട്. ഈ അടുത്ത ദിവസം എൻ്റെ ഒരു കുടുംബ ബന്ധു, അധ്യാപകനായിരുന്നു, AST ഒക്കെ ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം മോദിജിയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അപ്പോൾ ചിന്തകൾക്ക് ചിതലരിച്ചു തുടങ്ങിയിടാ എന്നാണ് എന്നോട് പറഞ്ഞത്. ചിന്തകൾക്ക് ചിതലരിച്ചു തുടങ്ങി. ഈ ചിന്തകൾക്ക് ചിതലരിപ്പ് കാലങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് പുറത്തേക്ക് വരുന്നില്ല. അതിന് കാരണം ഈ പറഞ്ഞതാണ്. അധ്യാപകർ വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് വിളിക്കുന്നു, ഇൻറ്റേർണൽ മാർക്ക് വേണ്ടേ എന്ന് ചോദിക്കുന്നു, ഇനിയും ഈ കോളേജിൽ തന്നെ പഠിക്കേണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഈ ചിതലരിപ്പ് നിന്നു പോവാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ക്യാമ്പസുകളിൽ, പൊതുസമൂഹത്തിൽ അവർ സൃഷ്ടിക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഞാൻ ഒറ്റ ഉദാഹരണം കൂടി പറയാം കേട്ടോ വിഷയത്തിൽ. അതായത് എൻ്റെ തൊട്ടടുത്ത സ്ഥലം, ഞാൻ അവിടെ ഇല്ല, ഇപ്പോൾ ഇവിടെ തൃശ്ശൂരിലാണ് കുറേ വർഷങ്ങളായിട്ട്. കഴിഞ്ഞ തവണ മട്ടന്നൂർ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ്, അതിലൊരു വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് സ്ഥാനാർത്ഥിയെ കിട്ടാനില്ല, നമുക്ക് ആളില്ല. തൊട്ടടുത്ത പ്രദേശത്തുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി. 13 വോട്ടുകൾ കിട്ടി. ആ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് സ്ഥാനാർത്ഥിയായി നിൽക്കാൻ ഒരു തരി എന്ന് പറയുന്നത് പോലും ഇല്ലാത്ത പ്രദേശത്ത് 13 വോട്ട് BJPക്ക് കിട്ടി.
ഈ 13 വോട്ട് ബി ജെ പിക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് പഠിക്കാൻ മാത്രം 3 തവണ അവരുടെ ലോക്കൽ കമ്മിറ്റി യോഗം ചേർന്നു എന്നാണ് CPM-നോട് ചേർന്ന് നിൽക്കുന്ന ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതാണ് അവരുടെ ജനാധിപത്യ ബോധം. അല്ല, നല്ലതാണ്. നമ്മുടെ എതിർ പ്രസ്ഥാനക്കാർക്ക് എത്ര വോട്ട് കിട്ടുന്നു, ആര് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കണം. പക്ഷെ പഠനത്തിന് ശേഷം എന്ത് സംഭവിക്കും? ഇന്ന ആളുകളാണ് വോട്ട് ചെയ്തത് എന്നവർ മനസ്സിലാക്കിയാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു? അവരുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ ആ മരണച്ചടങ്ങിൽ സഹകരിക്കില്ല, കല്യാണ ചടങ്ങിൽ ക്ഷണിച്ചാലും പോകില്ല, ആ വീട്ടിലെ ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അങ്ങോട്ട് തിരിയില്ല, ഉപരോധം ഏർപ്പെടുത്തും. ഇത് അനുഭവങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. കല്യാണത്തലേന്ന് സദ്യ ഒരുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ തലച്ചുമടായി തിരിച്ച് കൊണ്ടുപോകേണ്ടി വന്ന സാഹചര്യമൊക്കെ കണ്ണൂരിലുണ്ട്. കല്യാണത്തിന് തെളിയിച്ചു ശ്രീനാരായണ ഗുരുദേവൻ്റെ ഫോട്ടോവിന് മുന്നിൽ തെളിയിച്ചു വെച്ച നിലവിളക്ക് ഊതിക്കെടുത്തിയ ചരിത്രം കണ്ണൂരിലുണ്ട്. ശ്രീനാരായണ ഗുരുവൊന്നും കല്യാണ ചടങ്ങിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞ്, നിലവിളക്കും വേണ്ട എന്ന് പറഞ്ഞ് വീട്ടുകാരെ സമ്മർദ്ദത്തിലാക്കി അതെടുത്തു മാറ്റിയ അനുഭവം കണ്ണൂരിലുണ്ട്. ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന CPM അനുഭാവികളായിട്ടുള്ള അണികളായിട്ടുള്ള ആളുകൾക്ക് നിശബ്ദരായി ഇരിക്കേണ്ടി വരുന്നു. കാരണം ഇതാണ് ചോദ്യം, നാളെ ഇവിടെ ജീവിക്കണ്ടേ എന്ന ചോദ്യം വരെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ജനാധിപത്യ വിരുദ്ധമായ സർവ്വമേഖലകളിലും, ഇനി നിങ്ങൾ സർവീസ് രംഗത്തേക്ക് പോയിക്കോളൂ. ഒരു വിദ്യാലയത്തിൽ ഒരു 10-12 അധ്യാപകരുണ്ടെന്ന് വിചാരിക്കുക. ആ അധ്യാപകരിൽ ഒരു 10 പേര് KSTA പ്രവർത്തകരാണെങ്കിലും 2 പേര് ഇതൊന്നും അല്ലാത്തവരുണ്ടാവും. ഞങ്ങളവർ NTU എന്ന നിലയ്ക്ക് സമീപിച്ചിട്ടുണ്ട്. അവർ മാഷേ, ഞങ്ങൾ സത്യത്തിൽ മനസ്സുകൊണ്ട് നിങ്ങളോടൊപ്പമാണ്, പക്ഷേ മെമ്പർഷിപ്പ് വേണ്ട. എന്താ കാരണം? ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? ഇങ്ങനെ സർവ മേഖലകളിലും ഈ പറയുന്ന യഥാർത്ഥ ഫാസിസം നമുക്ക് അനുഭവപ്പെടുന്നത് ഈ പാർട്ടിയിലൂടെയാണ്. അത് കേരളത്തിൽ വലിയൊരു ഒരു ഇതായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഈ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ കാരണം. ഈ മനുഷ്യ സഹജമായ ഭയപ്പാടുകളെ, ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്യുക, മനുഷ്യ സഹജമായ ചില ചിന്തകളെ സ്വാധീനിക്കുക, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അതിന് നമ്മൾ വശപ്പെട്ടു പോവുകയാണ്.